കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. തെറ്റു ചെയ്തിട്ടില്ല, കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് ഡോക്ടർ മൊഴി നൽകിയത്. ഇക്കാര്യം കുട്ടിയുടെ കുടുംബത്തെ അറിയിക്കാത്തത് തെറ്റായിപ്പോയി എന്നാണ് ഡോക്ടർ ഇപ്പോൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ഇതിൽ ഡോക്ടറുടെ മൊഴി, അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, കുടുംബത്തെ വിവരം അറിയിക്കാതിരുന്നത് മാത്രമാണ് ഒരു പിഴവായി ഡോക്ടർ വിലയിരുത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഡോക്ടർ പോലീസിനോട് പറഞ്ഞു ഈ മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ? വിജയകുമാർ, ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയ പിഴവിൽ കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി എന്ന് പറയാം. ഈ ശസ്ത്രക്രിയ പിഴവ് നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴിയാണെന്ന് പോലീസ് രേഖപ്പെടുത്തിയത്. മെഡിക്കൽ കോളേജ് ACP ആയിട്ടുള്ള KE പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി ഈ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ ഡോക്ടർ പറഞ്ഞത് തന്നെ ഇന്ന് പോലീസിനോടും ആവർത്തിച്ചിരിക്കുകയാണ്. അതായത് താൻ തെറ്റ് ചെയ്തിട്ടില്ല, ഈ കുട്ടിയുടെ നാവിന് ശസ്ത്രക്രിയ ആവശ്യമായിരുന്നു, കുട്ടിയുടെ ഭാവി മനസ്സിലാക്കിക്കൊണ്ട് നല്ല ഭാവിക്ക് വേണ്ടി നാവിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു, ഇത് കുടുംബത്തെ അറിയിച്ചിട്ടില്ല എന്നത് മാത്രമാണ് താൻ ചെയ്ത തെറ്റെന്നാണ് പോലീസിനോട് ഈ ഡോക്ടർ നൽകിയിരിക്കുന്ന മൊഴി. കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 ഡോക്ടർമാരുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് DMOയോട് മെഡിക്കൽ ബോർഡ് യോഗം ചേരണമെന്ന് ആവശ്യപ്പെടും. അത് ഈ കേസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൂടി തയ്യാറാക്കിയ ശേഷമായിരിക്കും DMOയോട് ഇത് സംബന്ധിച്ച രേഖാമൂലം പോലീസ് ഈ കാര്യം അറിയിക്കുക. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. എന്താണെങ്കിലും ശസ്ത്രക്രിയ പിഴവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ആദ്യഘട്ടമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. വിജയകുമാർ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണം, അത് പ്രത്യേക സംഘം DMEക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. ഡോക്ടർ നേരത്തെ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്.